സ്ഥലം വല്ല പരിചയമുണ്ടോ? മേലെ ആകാശം താഴെ ഭൂമി. ഈ സ്ഥലം ചിലപ്പോൾ ആർക്കും വലിയൊരു പരിചയം ഉണ്ടാവില്ല. നമ്മുടെ പ്രശസ്തമായ ഗുരുവായൂർ അമ്പലത്തിൻ്റെ കിഴക്കേ നട. ഈ കിഴക്കേ നടയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് ഗുരുവായൂർ ദേവസ്വം തന്നെ അവിടെ പണി കഴിപ്പിച്ചിട്ടുള്ള ഒരു ചെറിയൊരു സ്മരണയാണ് എന്തെന്ന് മഞ്ജുളാൽ. ഈ മഞ്ജുളാല് ഗുരുവായൂർ ദേവസ്വം അതിന് നല്ല അതിൻ്റെതായ പ്രാധാന്യം കൊടുത്ത് സംരക്ഷിച്ചു പോരുന്നുണ്ട്. ഇതുപോലെ കുറേ പ്രാധാന്യം കൊടുത്ത് സംരക്ഷിച്ചു പോരുന്ന പല പല സ്മരണകളും ഇന്ന് നമ്മുടെ കൊച്ചു ഭക്തി ചരിത്രത്തിലുണ്ട്. അപ്പൊ അതിനൊക്കെ ഓരോരോ ചരിത്രമുണ്ട്. ഇത് പല കഥകളും പലരും പറഞ്ഞു തരില്ല. എന്താന്ന് വെച്ചാൽ പറയും, അതാണ് ചരിത്രം. ചരിത്രം എന്ന് പറഞ്ഞാൽ എഴുതപ്പെടാനും മായ്ക്കാനും വളച്ചൊടിക്കാനും എല്ലാം ഉള്ളതാണ്. പക്ഷെ ചരിത്രം ചരിത്രമായി അവശേഷിക്കുകയും ചെയ്യും. ഈ ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേനട മൊത്തത്തിൽ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രണ്ട് കാഴ്ചകൾ. ഒന്ന്, ഏറ്റവും വലിയ കോടീശ്വരന്മാർ വരുന്നുണ്ട് ഇവിടെ. അതേപോലെ ഏറ്റവും വലിയ ദരിദ്രരും ഇവിടെ ഉണ്ട്. അതെന്താ കാരണം? ഗുരുവായൂരപ്പനോട് ചോദിക്കാനുണ്ട്, എന്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ ഒരു ഗതിക്ക് പരഗതി ഇല്ലാത്തവരും അതേപോലെ കോടീശ്വരന്മാർ വരുന്നു? ഒരു പുതിയ കാര്യം കൂടെ മനസ്സിലാക്കണം. അതായത് ഗുരുവായൂർ അമ്പലത്തിന്റെ വണ്ടി പാർക്കിങ്ങിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ട്രാ ഒരു മണ്ഡപമൊക്കെ പണിതിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട്, അതായത് അവിടെ ഒരു ഗേറ്റ് വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പാടില്ല. അവിടുത്തെ സെക്യൂരിറ്റി പറഞ്ഞാട്ടോ, നിയമം വെച്ചൊക്കെ കയറി കഴിഞ്ഞാട്ടല്ല, അവിടെ നിന്ന് അങ്ങോട്ടല്ല, ഗുരുവായൂരപ്പന്റെ പ്രതിഷ്ഠ വരെ വീഡിയോ എടുക്കാനുള്ള പെർമിഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത് വേറൊരു ബിസിനസ് സ്ട്രക്ചറാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ദേവസ്വത്തിന്റെ പെർമിഷൻ വേണം. അതിന് വേണ്ടിയിട്ടൊരു 10 രൂപ എക്സ്ട്രാ കൊടുക്കണം. എനിക്കാവശ്യമില്ല, അവിടുത്തെ വീഡിയോ എടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഗുരുവായൂരിലെ പുതിയൊരു നിയമം പഠിച്ചിരിക്കുകയാണ്. അപ്പോൾ ആയതുകൊണ്ട് ഗുരുവായൂരപ്പന്റെ സന്നിധിയിലേക്ക് തൽക്കാലം നമ്മൾ കയറുന്നില്ല. നോക്കട്ടെ നിയമം മാറുന്നത്. മഞ്ജുളാലിന്റെ ഒരു സ്മരണാർത്ഥമാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. മഞ്ജുളാല് അങ്ങനെ ഒരു സ്മരണാർത്ഥം ഉണ്ടാവാൻ അത് ഗുരുവായൂർ ദേവസ്വം വകുപ്പാണ്. അത് ഗുരുവായൂർ അമ്പലത്തിന് എത്രയോ വിട്ടിട്ട് കിഴക്കേ നടയെന്നല്ലോ ഒരുപാട് വിട്ടിട്ട്. ഈ മഞ്ജുളയ്ക്ക് ഗുരുവായൂർ അമ്പലത്തിൽ കയറാനൊരു വിഘ്നം ദേവസ്വം ഉണ്ടാക്കിയിട്ടുണ്ട് മുന്നേ. കാരണം എന്താ വെച്ചാൽ പണ്ട് ഈ ജാതി മേൽക്കോയ്മ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തില് അമ്പലത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലല്ലോ. അപ്പോ ഗുരുവായൂർ അമ്പലം അന്ന് മേൽജാതിക്കാരുടെ മാത്രം ഒരു തട്ടകയായിരുന്നു. ആ തട്ടകത്തുനിന്ന് പിന്നീട് പല പ്രശ്നങ്ങളും വന്നപ്പോൾ നമ്മുടെ ക്ഷേത്രപ്രവേശന വിളംബരം വന്നപ്പോൾ അങ്ങനെയൊക്കെയാണ് എല്ലാ ജാതിക്കാർക്കും അമ്പലത്തിൽ തന്നെ പ്രവേശിക്കാനുള്ള അവകാശം കിട്ടിയത്. അപ്പോൾ ഈ മഞ്ജുളാല് അതിൻ്റെ ഒരു വലിയൊരു കഥയാണ്. പക്ഷെ അതൊന്നും നമുക്ക് തെളിവ് കിട്ടൂല. കാരണം എന്താ അറിയോ, ഒക്കെ പൂത്തിവെച്ചിരിക്കുകയാണ്. എല്ലാ ചരിത്രങ്ങളും പൂത്തിവെച്ചിരിക്കുകയാണ്. ഈ ചരിത്രം മൊത്തം നമ്മളിപ്പോൾ തുറക്കാൻ നോക്കിയാൽ നടക്കുന്ന കേസല്ല. കാരണം അതൊക്കെ കത്തിച്ചു കളഞ്ഞു. അതുപോലെ തന്നെ ബ്രിട്ടീഷുകാർ നമ്മുടെ ഭാരതത്തിൽ വന്നിട്ട് കൊണ്ടുവന്ന പല നന്മയും തിന്മയുണ്ട്, രണ്ടുമുണ്ട്. അവരിവിടെ വന്നത് കച്ചവടത്തിന് മാത്രമാണ്. പക്ഷെ അവരെ നമ്മളെ നാട്ടുരാജാക്കന്മാരും അതുപോലെ മറ്റ് ജനങ്ങളും ഇന്ന് ഈ കാണുന്ന ഭരണഘടന എഴുതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ഒരു തരത്തിൽ
കീഴ്പ്പെടുത്തുകയായിരുന്നു. അതായത് പണമുള്ളവന് തന്നെയാണ് ഇന്നും ഭരണം മുന്നോട്ട് നയിക്കുക. അതായത് അവന് തന്നെ വീണ്ടും വീണ്ടും ഭരിക്കണം. ആ രീതിയിലുള്ളൊരു ഭരണഘടന തന്നെയാണ് നമ്മുടെ ഭാരതത്തിൽ ഇപ്പോൾ അണിനിരക്കുന്നത്. അത് കോടതി കയറി ഇറങ്ങിയതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ട് പക്ഷെ അതിനൊന്നും എതിർക്കാനൊന്നും പറ്റില്ല. സഹിച്ചോളുക. വേറൊന്നുമില്ല, സഹിക്കുക. വേറൊരു നിവർത്തിയില്ല, എല്ലാം സഹിക്കുക. നമ്മൾ ഭരണപക്ഷം പണത്തിന് മീതെ പരുന്തും പറക്കില്ല. ഞാൻ ബ്രഹ്മകുമാരീസിനും കുറെ പണത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടായിരുന്നു വീഡിയോസ് ഒക്കെ നല്ല ഇതിലായത്. അതേപോലെ തന്നെ ഞാൻ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങിയത് തന്നെ ഒരു 312 കേസിന്റെ കാര്യത്തിലാണ്. അത് പണം ഉള്ളത് കൊണ്ടാണ് അവളും അവളുടെ വീട്ടുകാരും എനിക്കെതിരെ കോർട്ട് എൻഡോഴ്സ്മെന്റ് വഴി കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതെനിക്ക് നന്നായിട്ടല്ല. അപ്പൊ ഞാൻ എല്ലാ ചരിത്രവും കൂടെ ഒരുമിച്ച് പറയട്ടെ. ബ്രഹ്മകുമാരീസ് ഇതൊക്കെ കൂടെ ഇതിന്റെ ഇടയിൽ പറയുമ്പോൾ അങ്ങനെ അനുഭവം ഉള്ളതുകൊണ്ടാണ്. പണം തന്നെയാണ്, പണത്തിന് മീതെ പരുന്തും പറക്കില്ല. പക്ഷെ പരുന്തിന് മീതെ പറക്കാൻ പറ്റും മനുഷ്യന്റെ മനസ്സിന്. പരുന്തിന് ഒരു പരിധി വരെ പരുന്ത് പറക്കുള്ളൂ. അതിന്റെ മീതെ പറക്കുന്ന ഒരേ ഒരു സാധനം മനുഷ്യന്റെ മനസ്സാണ്. അതിപ്പോ നമ്മളൊന്ന് കാണുന്നില്ലേ, വിമാനം, റോക്കറ്റ്, അതൊക്കെ മീതെ പറക്കാൻ പറ്റും. കുറച്ച് പണിയുണ്ടെന്ന് മാത്രം. മഞ്ജുളാനെ പ്രാർത്ഥിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഗുരുവായൂരപ്പന് തന്നെ പ്രാർത്ഥിച്ചാൽ മതി. പക്ഷെ ഈ മഞ്ജുളാലിന്റെ കുറെ രഹസ്യങ്ങൾ നമുക്കിവിടെ വെളിപ്പെടുത്താണ്ട് കിട്ടൂല. അതിന്റെ ചരിത്രമൊന്നും കിട്ടൂല. ചരിത്രമൊക്കെ മറച്ചു കിടക്കുന്നുണ്ട്. പക്ഷെ കഥ ഞാൻ വേണമെങ്കിൽ പറഞ്ഞു, നല്ല കഥ. ഒരു നല്ലൊരു ഭക്ത, അവള് ഗുരുവായൂരപ്പനെ കാണണം എന്ന് വിചാരിച്ചു. ഒരുപാട് പ്രയത്നിച്ചു. പക്ഷെ ആ സമയത്ത് ഈ ക്ഷേത്രത്തില് ജാതി മേൽക്കോയ്മയൊക്കെയുള്ള കാലത്ത് കയറാൻ സമ്മതിക്കില്ല. അപ്പൊ ഇത് ഒരു താഴ്ന്ന ജാതിക്കാരിയാണ്. പക്ഷെ ഗുരുവായൂരപ്പന്റെ ഭയങ്കര ഭക്തിയാണ്. അങ്ങനെ അവസാനം എന്തോ കാരണത്താൽ അവര് മരണപ്പെടുന്നുണ്ട്. അങ്ങനെ പിന്നെ ഗുരുവായൂർ സന്നിധിയിൽ കുറെ പ്രശ്നങ്ങൾ, ഗുരുവായൂരിലെ ഒരു തീപിടുത്തം കാര്യങ്ങളൊക്കെ ഉണ്ടായില്ല. ആ സമയത്താണല്ലോ ഈ പണിക്കന്മാരൊക്കെ വരും. അങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ശാപം പോലെ കിടക്കുന്നുണ്ട്. അതിനൊരു പരിഹാരം എന്നൊരു കാരണത്താൽ അങ്ങനെ ഒരു പരിഹാരം വെച്ചതാണ്. പക്ഷെ ആ ഭക്തയുടെ ദീനരോധനം ആര് കേൾക്കും? ഗുരുവായൂരപ്പൻ കേൾക്കും. ഗുരുവായൂരപ്പൻ അടുത്ത ജന്മത്തിൽ എന്ത് ചെയ്യും? കൊണ്ടടക്കും. കൂടെ പൊന്നും കുടം പോലെ കൊണ്ടടക്കും. കാരണം ഒരു ജന്മത്തിലെ ഭക്തി കുറച്ച് അധികാരികളുടെ തടസ്സം കാരണം സമ്പൂർണമാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ജന്മം അതിന് വേണ്ടത് ഗുരുവായൂരപ്പൻ കൊടുത്തിരിക്കും. അതിനെ നമ്മൾ കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല, നിങ്ങളും കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ കണ്ടാലൊട്ട് അതിന് തെളിവ് തരാനും പറ്റില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് കഥ.